ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അമൃത്സറിലാണ്. ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഇവിടെ എത്തി റൂമൊക്കെ എടുത്താണ്. കണ്ട ഞങ്ങൾ മാച്ചിങ് കാണിക്കട്ടെ. മാച്ചിങ് ഡ്രസ് ഇട്ടോ. എൻ്റെ ഈ ഫ്രോക്ക് എങ്ങനെയുണ്ട്? ഉടുപ്പ് ഒരു വാട്ടർ ഫാബ്രിക്കിലായിരുന്നു. വൈറ്റില് എലഫന്റ് പ്രിന്റ്. എന്താണ് എലഫന്റ് പ്രിന്റ്? രസല്ലേ? എന്താ അച്ചാറാ? അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ദ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവാണ്. ഇതാ കാണുന്ന ഈ ഒരു സ്ട്രീറ്റിലൂടെയാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ എൻട്രൻസിലായിട്ട് ഇങ്ങനത്തെ ഒരു സ്തൂപം കാണാം കേട്ടോ. ഇത് പണ്ടത്തെ അവിടുത്തെ രാജാവ് മഹാരാജ രഞ്ജിത് സിംഗ് വെർലയുടെ ഒരു മാർബിൾ സ്തൂപമാണ്. ഇവിടേക്ക് എൻ്റർ ചെയ്ത സമയത്തിന് എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് തോന്നിയത്. വേറൊന്നുമല്ല, അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഒരുപാട് വേസ്റ്റൊക്കെ നമുക്ക് റോഡിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ അങ്ങോട്ട് എൻ്റർ ചെയ്ത സമയത്ത് അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. ധരംസിംഗ് മാർക്കറ്റ് എന്നാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പേര്. അതുപോലെ തന്നെ അമൃത്സറിൻ്റെ ഹെറിറ്റേജ് സ്ട്രീറ്റ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. സൈഡുകളിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ല ഫ്രെയിമും കാര്യങ്ങളാണ്. ഈ ഒരു സ്ട്രീറ്റ് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇങ്ങനൊരു സ്റ്റാച്ചു കാണാം. ഒരുപാട് പേരുടെ ഫേസുകൾ കൂടി ചേർന്നിട്ടൊരു സ്റ്റാച്ചു. ഇതെന്താണെന്നുള്ളത് മുന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിലെ പുറത്തുള്ള വ്യൂ. വലിയ ബാഗുകളും അതുപോലെ തന്നെ ചെരുപ്പൊന്നും നമുക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ബാഗൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട്. അതുപോലെ കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. അകത്തേക്ക് ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു ജലാശയമുണ്ട് ഫ്രണ്ടിലായിട്ട്. ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നിങ്ങളൊരു കുന്തം പിടിച്ച് കണ്ടില്ലേ, അതുപോലെ തന്നെ അരയിലൊരു പിച്ചാത്തി പോലത്തെ അവരുടെ ഒരു ആയുധമുണ്ട്. അതും പിടിച്ച ആൾക്കാർ ഒരുപാട് അതിലൂടെ എങ്ങനെ നടക്കുന്നുണ്ടാവും. ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ ഷോൾ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ടവൽ പോലത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തല എന്തായാലും കെട്ടിയിരിക്കണം. ഒരു സൈഡിൽ നിന്ന് 3-4 പേര് എന്തെല്ലോ ഇൻസ്ട്രുമെൻ്റെല്ലാം യൂസ് ചെയ്തിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അകത്തുള്ള പുറത്ത് നല്ല വെയില. ചുറ്റി വരുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഞങ്ങൾ പുറത്ത് വരുമ്പോഴത്തേക്ക് അശ്വരൻ്റെ ചെരുപ്പ് കൊണ്ട് ആരോ പോയി. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ജാലിയൻവാലാബാഗിൻ്റെ സ്മാരകം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലെ രക്തസാക്ഷികൾക്കൊരു ആദരപൂർവ്വം ഉണ്ടാക്കിയതാണ് ഈ ഒരു സ്റ്റാച്യു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ജാലിയൻവാലാബാഗിൻ്റെ സ്മാരകം ഉള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ഫ്രീ ആണ്. സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ ഒരു വഴിയിലൂടെ അകത്തേക്ക് കയറാം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഈ ഒരു വെടിവെപ്പിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ കണക്ക് പ്രകാരം 379 പേര് മരിച്ചിട്ടുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ. അതുപോലെ 1100 പരം ആൾക്കാർക്ക് ഇഞ്ചുറിയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മതിലിൽ ചില സ്ഥലങ്ങളിലായിട്ട് വൈറ്റ് ലൈൻസ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന കാണുന്നില്ലേ. അന്ന് നടന്ന വെടിവെപ്പിൽ ബുള്ളറ്റ് കൊണ്ട സ്പോട്ടുകളാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്.
ജാലിയൻവാലാ ബാഗ് മൊത്തം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് വാഗാ ബോർഡറും അതുപോലെ തന്നെ 3-4 സ്പോട്ട് വേറെ എക്സ്ട്രായും കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഒരുപാട് വണ്ടിക്കാർ നമ്മളെ പിന്നാലെ ഇങ്ങനെ വരും. പലരും പല റേറ്റും പറയും. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ബാർഗെയിൻ ചെയ്ത് തന്നെ വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ റൂമിൽ പോയി ചെക്കൗട്ടൊക്കെ ചെയ്ത് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇങ്ങനൊരു ഗുഹാ സെറ്റപ്പിലുള്ള ടെമ്പിളിലേക്കാണ് വന്നത്. ദുർഗൈന എന്നാണ് ടെമ്പിളിൻ്റെ പേര്. ഇതിൻ്റെ കൂടെ പോയിട്ട് ഈ മുതലേൻ്റെ വായിക്കൂടെ പുറത്തേക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എന്തൊക്കെയോ സ്റ്റോണ്, പെയിൻറ്റ്സ്, അതുപോലെ തന്നെ മിറർ വർക്ക്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് അമൃത്സറിലെ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കുള്ള നമ്മൾ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പനീർ കുളിച്ചാണ് സാധനം, കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയി കാണണമെന്ന് അത്രയും ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ്. വാഗാ ബോർഡറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ 1 കിലോമീറ്റർ കൂടെ മാത്രമേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ വാഗ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവസാനത്തെ ഗ്രാമമാണ്. നമ്മുടെ ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം എന്ന് പറയുന്നത് അട്ടാരിയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കൊരു ചേട്ടൻ ഓടി വന്നിട്ട് കയ്യിൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് കയ്യിൽ മാത്രമല്ല ഫേസിലല്ല അവർ വരച്ചു കൊടുക്കും. അതും പലരോടും പല റേറ്റും പറയും. പറ്റിക്കപ്പെടാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോൾ സ്ഥലത്തെത്തി. 4:30 തൊട്ടാണ് അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത്, അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാ. അവിടെ ഇങ്ങനെ ഫുഡ് സ്പോട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ചെറിയൊരു ഏരിയയിൽ. നോർമലി അകത്തേക്ക് കയറാൻ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ആർമി പോലുള്ള ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവർക്കും അവരുടെ ഫാമിലിക്കും അല്ലാതെ ഒരു പ്രത്യേക ലൈൻ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ലൈനിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ പറ്റി. ഇവിടെയും അകത്ത് കയറാൻ വേണ്ടി പ്രത്യേക എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാഗുകൾ, ചാർജർ, പവർ ബാങ്ക് ഇതൊന്നും അകത്തേക്ക് കയറ്റി വിടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവർക്കും അവരുടെ ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു VIP സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലാത്തവർക്ക് തൊട്ടടുത്ത് തന്നെ സിറ്റിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ പരിപാടി തുടങ്ങിയ സമയത്തും പാകിസ്ഥാനിൽ നമ്മളെ 4-1 ആൾക്കാർ പോലും എത്തിയിട്ടില്ലായിരുന്നു. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നാണ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. അതോടൊപ്പം നിങ്ങളെല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം.
അപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇതിൽ സ്ഥലങ്ങളും യാത്രാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.